കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Nolte and Unit Taste co-present ഒന്നൊന്ന് രുചി, co-powered by Sun Tips and 916 Coco brand coconut oil, special partner Amion and our dairy partner Payashi, education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്നര രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഗസ്റ്റ് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. എൻഗേജ്മെൻ്റ് ആയി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനിരിക്കുന്ന രണ്ടുപേരാണ്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ശ്രീവിദ്യയും രാഹുലും. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീവിദ്യ ആൻഡ് രാഹുൽ. നമസ്കാരം. വരൂ. ഹലോ. കുറേ കാര്യങ്ങളൊക്കെ പറയണം. ഇവരൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം ഒരു ആദ്യ സിനിമയൊക്കെ സംവിധാനം ചെയ്ത് രണ്ടാമത് വലിയൊരു പ്രൊജക്റ്റൊക്കെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ ശ്രീവിദ്യയുടെ കാര്യം കൂടുതൽ പറയേണ്ട കാര്യമില്ല, നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞറിയാം. ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ആയിട്ട് നിങ്ങളൊരു ഇവിടെ വരുന്നു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്? ഇതിൽ വേറെ രസം വെച്ചാൽ കേരളത്തിന്റെ രണ്ടറ്റത്തുള്ള ആൾക്കാരാണ്, കാസർഗോഡ് ആൻഡ് ട്രിവാൻഡ്രം. അവർ രണ്ടും കൂടെ യോജിക്കാൻ പോവാണ്. അപ്പൊ കാസർഗോഡ് ഡിഷാണോ തിരുവനന്തപുരത്തെയാണോ? ഇതിന് വേണമെങ്കിൽ നമുക്ക് കുട്ടി ഷെഫ് എന്നോ ഷെഫ് എന്നോ എന്ന് വിളിക്കാം. ഒഫീഷ്യൽ ടേസ്റ്റ് അത് ഞാനാണ്. എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യാൻ അറിയില്ല. പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്റെ തലയിലെടുത്തിട്ട് വേറൊന്നുമല്ല, ചായ ഉണ്ടാക്കാൻ പോലും പുള്ളിക്കാരിക്ക്. അപ്പൊ എന്താണ് ഇത് ഉണ്ടാക്കാൻ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല ഞങ്ങൾ ഞാനൊക്കെ കഴിഞ്ഞു. അതെ, ഞങ്ങള് അപ്പം ട്രിവാൻഡ്രം സ്റ്റൈലിൽ നമ്മുടെ വിഴിഞ്ഞം ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ചിക്കൻ ഫ്രൈ ഇല്ല, മുളകും വെളുത്തുള്ളിയൊക്കെ ആ പരിപാടിയാണ്. തിരുവനന്തപുരം സ്റ്റൈല് കോഴി പൊരിച്ചതാണ്. ഞാൻ ഇന്ന് വന്നേനെ വേറൊരു റീസൺ കൂടെ ഉണ്ട്. എന്നെ ട്രിവാൻഡ്രം സ്റ്റൈല്, കോഴിക്കോട് സ്റ്റൈല്, പിന്നെ ഏതായിരുന്നു ബാംഗ്ലൂർ സ്റ്റൈല്, മൈസൂർ സ്റ്റൈൽ എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ എന്നെ കൊണ്ട് ഒരുപാട് ഞങ്ങൾ വർഷങ്ങളായിട്ട് റിലേഷൻഷിപ്പിലാണ് കഴിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ എന്ന് എനിക്കറിയാം. അപ്പൊ നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. രാഹുൽ, നിങ്ങൾ പറഞ്ഞ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് എത്തിയിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത് വെച്ചു, പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മസാല, നാരങ്ങ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ആദ്യം ഇത് മറിനേറ്റ് ചെയ്യണം അല്ലേ? മാരിനേറ്റ് നമുക്കൊരു അരമണിക്കൂറെങ്കിൽ വെക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ രാഹുൽ മറിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ശ്രീവിദ്യ എടുത്ത് കുറെ ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും. ഓക്കെ ശ്രീവിദ്യ, ഈ സിനിമയിലേക്ക് കാസർഗോഡ് നിന്ന് വന്ന് ഓക്കെ ഇപ്പഴത്തേക്കാണ് ഞങ്ങൾ അപ്പോഴത്തേക്ക് കുറെ സംസാരം. കാസർഗോഡ് നിന്ന് വന്ന സിനിമയിലൊക്കെ വരുന്നൊരു വളരെ ഇപ്പം പിന്നെ കാവ്യ, അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള എനിക്കിതൊന്നും ഒരിക്കലും പ്ലാൻഡ് ആയിരുന്നില്ല. ഞാൻ ഏവിയേഷനാണ് പഠിച്ചത്. ക്യാബിൻ ക്രൂ ആവണമെന്നുള്ള കടുത്ത തീരുമാനത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചാടി വരുന്നതാണ്. ആ സമയത്ത് ഒരു ഇഷ്ടം തോന്നിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സാറ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ ഓഡിഷന് കിട്ടും. അതിൽ സെലക്ട് ആയി. പക്ഷെ ആ സിനിമ നടന്നില്ല, ഷൂട്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ നാട്ടിലെ വീട്ടിലൊക്കെ സിനിമ നടി എന്നുള്ള പേരൊക്കെ ആയി. ആൾക്കാർ കളിയാക്കി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു വാശി അകത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. അതെ, നാണക്കേടല്ലേ, ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നായിരുന്നു. അങ്ങനെ പോയി അവിടെ നിന്ന് ട്രെയിനിങ്ങിൻ്റെ സമയത്താണ് എനിക്കിങ്ങനെ ഒരവസരം വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ചാടി പടം ചെയ്തു. ഒന്ന് ചെയ്തപ്പോൾ കൊള്ളാം, പരിപാടി കൊള്ളാം. കണ്ടവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഫോക്കസ്ഡ് ആയി. അതിന്റെ ഇടയിൽ മറിനേഷൻ ചെയ്യാനായിട്ട് ചിക്കനകത്ത് കുരുമുളക് പൊടി, മുളക് പൊടി, നമ്മുടെ അയമോദകം. അതാണ് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അങ്ങോട്ടാണ് ഈ പറഞ്ഞ പോലെ നല്ലൊരു മണം കിട്ടും. അയമോദകം എന്താണെന്ന് ഇന്നലത്തെ ഈ റെസിപ്പിയുടെ ലിസ്റ്റ് കിട്ടിയപ്പോൾ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഈ അയമോദകം എന്തിനാണ്, വല്ല കഷായം ഉണ്ടാക്കാനാണോ? കാരണം ഇത് സാധാരണ അങ്ങനെയൊക്കെയുള്ള സംഭവത്തിലാണ്. ഗ്യാസിനൊക്കെ നല്ല ഒരു മരുന്നാണ്. രാഹുലിന്റെ കാര്യം അറിയാലോ. രാഹുൽ ഒരു ഹോട്ടലിയർ ആയിരുന്നു. അദ്ദേഹം ഒരു വലിയൊരു ബ്രാൻഡ് ഹോട്ടലിന്റെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് പാഷൻ കൊണ്ട് സിനിമയെന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ സെയിൽസിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ കഥകളൊക്കെ അറിയാം. അപ്പോൾ സെയിൽസിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ പുള്ളി സിനിമ, ആഡ്, അത് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജോലി കഴിഞ്ഞിട്ട് പുള്ളി ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഫസ്റ്റ് മൂവിയൊക്കെ റിലീസ് ചെയ്തിട്ട് വെളിച്ചെണ്ണയാണ്. അതെ, വെളിച്ചെണ്ണ. കുറച്ച് മതി. രാഹുലിനെ പരിചയപ്പെടാനുള്ള സാഹചര്യം അല്ല എങ്ങനെയൊക്കെ ആയിരുന്നു? വരാനുള്ളത് വഴി തങ്ങില്ല എന്നാണ്. ഞങ്ങളിങ്ങനെ ഇതേപോലെ എൻ്റെ ആദ്യത്തെ പടം കഴിഞ്ഞു, അവൻ്റെ ആദ്യത്തെ സിനിമയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കെ ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു. അന്ന് അവിടെ കുറേ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു, പുള്ളി അത്യാവശ്യം നല്ല വായ്നോട്ടായിരുന്നു.
പിന്നെ എല്ലാത്തിലും കഴിവുള്ള ആളാണ്. ഇങ്ങനെ പിന്നെ സംസാരിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു വരരുത്, നമ്പർ തരാം. നമ്പർ ചോദിച്ചപ്പം അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ. നല്ല കഴിവാ ആണല്ലേ. ഈ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ അങ്ങനെ അതിന്റെ പുറത്തോട്ട് ഇടുമ്പോഴാണ് നമ്മുടെ പൊരിപ്പ് കിട്ടുന്നത്. അതെ, ചിക്കൻ മറിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ ഇല്ല, പൊരിക്കുന്നത് താങ്കളാണ്. അല്ലെങ്കിൽ ഞാൻ വാഴയെന്ന് നാട്ടുകാർ വിചാരിക്കും. ശ്രീവിദ്യ, നമുക്ക് ഒരു നിങ്ങളുടെ ഭാവി ഭർത്താവാണല്ലോ അദ്ദേഹം, ഭാവി വരനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ശരിക്കും കാസർഗോഡ് ഭാഷ. ഞാൻ ആദ്യം ഓനെ കണ്ടപ്പാട് എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല ഇതായിരിക്കും. എനിക്ക് ഈ നമ്മള് ലവ് ആയിട്ട് ഫസ്റ്റ് സൈറ്റ് ഒന്നും ഉണ്ടാകുന്നില്ലേ, ആ സാധനം ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് ഓനെ കാണുമ്പോൾ ഇയമേ ഈ എന്ത് ചെക്കൻ ഇത് പ്രാന്തിന്റെ ഈ സാധനമായിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ അഫെയർ ആയപ്പാട് ഭയങ്കര ഫോക്കസ്ഡ് ആണ്. പിന്നെ ഞങ്ങളുടെ ലാംഗ്വേജ് സംസാരിക്കുമ്പോണ്ടല്ലോ ഇംഗ്ലീഷ് തന്നെ ഞങ്ങളുടെ സ്ലാങ്ങിലേക്ക് ആയിപ്പോയി, തൃശ്ശൂരൊക്കെ വേറെ പോലെ. ഭയങ്കര ഫോക്കസ്ഡ് ആണ്. പിന്നെ നല്ലോണം സപ്പോർട്ടാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണ്ടേന്ന് ഓൻ അറിയും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു സപ്പോർട്ടില്ല, അത് എല്ലായിടത്തൊന്നും ഇങ്ങനെ നമുക്ക് കിട്ടണമെന്നില്ല. അത് ഞാൻ ഇങ്ങനെ മേഖലാന്ന് എൻ്റെ അടുത്ത് എനിക്ക് താ സപ്പോർട്ട്. എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും, കുഴപ്പമില്ല. തിരിച്ചു നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലില് എന്തൊരു പറയാ അവളെ പറ്റി നല്ലത് പറയടാ. നല്ലൊരു സുന്ദരി കൊച്ചാണ്, കാണാനൊക്കെ നല്ല രസമാണ്, മൊത്തത്തിലൊരു പാവം കൊച്ചാണ്. ഈ പറഞ്ഞ പോലെ എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. നമ്മളിപ്പോ ടി വിയിലൊക്കെ എന്ത് കാണുന്നു അതുപോലത്തെ ഒരു പാവം, ഒരു മണ്ടിപ്പെണ്ണ്. ഈ എപ്പിസോഡ് വർഷങ്ങളും കഴിഞ്ഞിട്ടും സീൽ ഇങ്ങനെ കാണും. ഇത് സി ഫൈൽ ഉണ്ടാവും, ഇത് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞാൽ സി ഫൈൽ കാണും. ആളിലൊക്കെ വീണ്ടും എടുത്തിട്ട് ഇത് 10 വർഷം കഴിഞ്ഞാൽ കാണും കേട്ടോ. വലിയ കുഴപ്പമില്ല, ഇത്രയും നാളായിട്ട് മാറാത്ത ഇനി മാറത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഈ പുതിയ സിനിമയുടെ ഒക്കെ ഇദ്ദേഹത്തിന് ഈ ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള നമുക്കറിയാലോ സ്ട്രെസ്സും കാര്യങ്ങളും പ്രൊഡക്ഷൻ. അപ്പൊ ഈ രണ്ടാമത്തെ പ്രൊജക്ട് വരുന്നു, അതിനു വേണ്ടിയിട്ട് കുറേ നാളായിട്ട് അതൊരു വലിയൊരു ബാനറിൽ വലിയ പ്രൊഡക്ഷനിൽ സുരേഷ് ഗോപി സാറ് അതിൻ്റെ വേറെയും ലീഡ് റോളിൽ വലിയ ആക്ടേഴ്സ് ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരു സപ്പോർട്ട് ഒത്തിരി സപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ തിരിച്ചെന്താണ്, എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? സത്യം പറഞ്ഞാൽ ഞാൻ നന്ദുവിനെ വിളിക്കാം. നന്ദുവിനെ പരിചയപ്പെട്ടിട്ട് നന്ദുവിന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എത്ര ഈസിയാന്ന് ആക്ടിങ്. നമ്മൾ പോവാ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ എന്താ പറയാ അങ്ങനെ പറയാം. അതിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമുക്ക് മേക്കപ്പ് എല്ലാം നമ്മൾ ഒരു ചായ പോലും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തെത്തും, അത് ഇവർക്കും എത്തും, അങ്ങനെയല്ല. പക്ഷെ ഒരു സിനിമ ഇങ്ങനെ ഒരമ്മ പ്രസവിക്കണ പോലെ ഇങ്ങനെ ഒരു ഇവന്റെ റൈറ്ററും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഒരു സിനിമനെ കൊണ്ടുവന്ന് ഇത്രയും വർഷങ്ങളായിട്ട് അത് ചെയ്യുന്ന സമയത്ത് അയ്യോ ഭയങ്കര ഈസിയാണ് അഭിനയിക്കാൻ എനിക്ക് തന്നെ തോന്നിപ്പോവും. അത്രയ്ക്ക് അതിന്റെ ഒരു ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും വരാൻ വേണ്ടി. വേറെ ഇങ്ങനെ ഒരുപാട് സ്ക്രിപ്റ്റ് വരുമ്പം ഇതിങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയില്ല നിന്റെ രണ്ടാമത്തെ സിനിമ SJ251 തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പറയണേ. രാഹുലിന്റെ നമ്പർ 3 നായിക ആരായിരിക്കും? അതെന്താ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞു, രണ്ടാമത്തെ സിനിമ ഇതാണ്. ഇനി ഒരു മൂന്നാമതൊരു സിനിമയും സംഭവിക്കും. രണ്ടാമത്തേലും ഞാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തേലും നായിക അവൻ എനിക്ക് താല്പര്യമില്ല, പക്ഷെ ഇവനെന്നെ നിർബന്ധിച്ചാൽ. നമ്മുടെ മുളക് മസാലകൾ എത്തിയിട്ടുണ്ട്. ഇത് തിരുവനന്തപുരത്തെ
കാര്യമാണ് ഞങ്ങളുടെ പാത്രലോകത്ത്. അപ്പം മുമ്പ് ഞങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഈ പോയ വഴിയെ തളിക്കാന്നല്ലേ പറയാ, അങ്ങനെയാണ് എന്റെ കരിയർ. ഓക്കെ, ഇത് കിട്ടി അത് ചെയ്യാം, അത് കിട്ടി ഇത് ചെയ്യാന്ന്. പക്ഷെ ഇവൻ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരുപാട് പ്രൊജക്റ്റിൽ നോ പറഞ്ഞിട്ടുണ്ട്. ആ നോ പറയാനുള്ള ധൈര്യം ഭയങ്കര വലുതല്ലേ. അതായത് ഇത് ചെയ്യണ്ട, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞ ഒരുപാട് കഥകളുണ്ട്. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ നോ പറയാനുള്ള ധൈര്യം തന്നത് വന്നതിന് ശേഷമാണ്. ഒന്നുമില്ലെങ്കിൽ ലാസ്റ്റ് ഒരു സിനിമയിൽ അവസരം തരുന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ. ആ ഒരു സാധനം ഉണ്ട്. അതൊരു ഭയങ്കര വലിയ ധൈര്യമാണ്. സത്യല്ലേ? അതെ അതെ, വളരെ വളരെ സത്യമാണ്. ശ്രീവിദ്യ ഒരുപാട് ഷോ ഒക്കെ ചെയ്തിട്ടാണ്. അപ്പൊ അതിനകത്ത് കുറെ മണ്ടത്തരം മണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഓർമ്മിക്കാൻ പറ്റിയ രസകരമായ എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ലോങ് ഡ്രൈവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാൻ കാസർഗോഡ് ടു കൊച്ചി ആദ്യം വണ്ടി എടുത്ത സമയത്ത് അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് വിടില്ല ഒറ്റയ്ക്ക്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഫൈനലി ഇവൻ ഉണ്ടെങ്കിൽ വിടാന്ന്. എന്താ ഇവരാണെങ്കിൽ ബാക്കിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നന്ദു പറഞ്ഞു അതല്ല ഇത് നാണം കെടുത്തല്ലേ എന്ന് പറഞ്ഞ് ഗ്ലാസ് താഴ്ത്തിയപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഇങ്ങനെ വണ്ടീനെ കുറിച്ച് അറിയാനാണ്, ഒന്ന് സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് എനിക്ക് ഒന്ന് ഓടിച്ച് കാണിക്കുമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ റിവേഴ്സ് ഇടുന്നു വണ്ടി റിവേഴ്സ്. എന്നിട്ടോ എനിക്ക് 40 മുകളിൽ പോരാ അറിയില്ല ഈ ഒച്ച കേൾക്കാൻ. അപ്പൊ ഇവൻ പറഞ്ഞു അല്ല പുള്ളിക്കാരിയാണ് ഓടിക്കുന്നത്, അങ്ങനെ പോവാറില്ല എന്ന് പറഞ്ഞു. അതെന്റെ അഭിമാനത്തിന് ക്ഷതമായി. എന്നിട്ട് ഇവര് സോറി ഇറ്റ്സ് ഓക്കെ മാം എന്നൊക്കെ പറഞ്ഞ് ഇവര് പോയി. എനിക്ക് ഭയങ്കര വിഷമായി പോയി. ഓക്കെ രാവിലെ ഇനി എന്താണ് എന്റെ അടുത്ത? നമുക്കൊന്നുമില്ല, നമുക്ക് വെന്ത് കഴിഞ്ഞാൽ അത് എടുക്കാം. എടുത്തിട്ട് നമ്മുടെ ഈ മുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുത്ത് ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ആയി. ഓക്കെ ചിക്കൻ ഏകദേശം ആയെന്ന് തോന്നുന്നു. അതെ അതെ, കളറൊക്കെ മാറിയില്ല. ഇതങ്ങനെ ട്രിവാൻഡ്രം സ്റ്റൈൽ കോഴി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഓക്കെ ഇനി എന്റെ പൂജാകർമ്മം രാഹുൽ തന്നെ ചെയ്യും. പൂജാകർമ്മം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതെ, ഇതിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് വെളുത്തുള്ളിയും മുളകും കൂടെ വത്തൽമുളകുടെ വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് മിക്സിയിൽ 2 തവണ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇടുന്നു. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് വറുത്ത് കോരുന്നു. പരിപാടി ഇതേ കഴിഞ്ഞു. പൊരിച്ച കോഴി നല്ല നോർമൽ സിമ്പിൾ മസാലയാണ്. മുളക് പൊടി അയമോദവും പെരിഞ്ചീരകമാണ് ഇതിൻ്റെ ഒരു ശരിക്കും ഫ്ലേവറായിട്ട് മുന്നിൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ ഒരു പൊരിപ്പ് ട്രിവാൻഡ്രം സ്റ്റൈലാണ്. വെളുത്തുള്ളി വത്തൽമുളക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് പൊരിച്ചിട്ട് നല്ലൊരു ഈവനിങ്ങിൽ അല്ലെങ്കിൽ ഒരു ടച്ചിങ്സ് ഒക്കെ ആയിട്ട് കൊണ്ടുപോയി ഇതേണ്ട കോഴി പൊരിച്ചതിൻ്റെ കോഴിയുടെ കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ കോഴിയുടെ കാല്, ഈ കോഴിക്കാലെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തായാലും നിങ്ങളുടെയൊക്കെ ഇനി കൂടുതൽ പറയണ ഞാൻ കടിച്ചു കുറച്ച് കഴിക്കാൻ പോലെ. കോഴി പൊരിച്ചതിനെ കുറിച്ച് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല ആർക്കും. പക്ഷെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട, നമ്മുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് സിമ്പിൾ മറിനേറ്റ് ചെയ്തതാണ്. പക്ഷെ നല്ല ഭയങ്കര ഫ്ലേവർ. അതിനോടൊപ്പം തന്നെ ആ സ്പൈസിയും ഗാർലിക്കിൻ്റെ വെളുത്തുള്ളിയും മുളകും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ടതുകൊണ്ട് അസാധ്യമാണ്. നിങ്ങൾ ഈ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ പൊരിച്ച് കഴിക്കണം.
അമേസിംഗ് ഗൈസ്. താങ്ക് യു. എന്തായാലും നിങ്ങൾ ഇവിടെ വന്നു. നമ്മുടെ ഇനി സമ്മാനം തരാൻ പോവാണ്. ഓക്കെ, ആദ്യം തന്നെ ശ്രീവിദ്യക്കാണ് നോൾട്ടയുടെ ഒരു പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായിയാണ്. ഇനി കോഴിയൊക്കെ പൊരിക്കാനായിട്ട് ഈ ഒരു കടായി എടുക്കാം. അത് കൂടാണ്ട് നോൾട്ടയുടെ ഒരു ഫ്രൈങ് സ്റ്റെയിൻലെസ് പാനാണ്. താങ്ക് യു സർ. അവിടെ വെക്കൂ. ഇനി അമിയന്റെ ഒരു ഹാൻഡ് മിക്സറാണ്. താങ്ക് യു സർ. സാധനമൊക്കെ കുക്ക് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ആവശ്യമുള്ളതാണ്. കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാം. സൺഡിപ്സിന്റെ ഒരു ഗിഫ്റ്റ്, പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അവസാനമായിട്ട് 916 കോക്കോ ബ്രാൻഡിന്റെ ശുദ്ധമായ ഒരു വെളിച്ചെണ്ണ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. അതേപോലെ ഷെഫ്, വർഷങ്ങൾക്ക് ശേഷം ഷെഫിനെ കണ്ടല്ലോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ വരുന്നത് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു, ഷെഫിനെ എങ്ങനെ എനിക്കറിയായിരുന്നു, എങ്ങനെയാണ് എന്താണ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, അപ്പം ഷെഫിനെ ഒരുപാട് കാണാണ്ടിരിക്കുന്നു. ഷെഫിനെ ഇനി ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വിജയങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു വെൽ വിഷർ എന്ന നിലയിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. നമസ്കാരം. ഇന്നൊരു സാമ്പാറിന്റെ സിമ്പിൾ റെസിപ്പിയാണ്. സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോഴും പലർക്കും സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ചോദിച്ച് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത മുള്ളങ്കിയും ചെറിയ ഉള്ളിയും മെയിനായിട്ടുള്ള ഒരു സാമ്പാറാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് കഷ്ണങ്ങളുണ്ട്. പക്ഷേ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഒന്ന് മറിനേറ്റ് ചെയ്തിട്ട് ബോയിൽ ചെയ്താൽ കുറച്ചുകൂടെ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ സാധാരണ എല്ലാവർക്കും കേരളത്തിലുള്ളവർക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇഷ്ടമുള്ള പോലെ വെണ്ടയ്ക്ക, തടിയങ്ക, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക എല്ലാം കൂടി ഇട്ടൊരു മിക്സാണ്. അതിലേക്ക് മുള്ളങ്കി നമ്മൾ റാഡിഷ് എന്ന് പറയും, വൈറ്റ് റാഡിഷ്. സാമ്പാറിന് പറ്റിയ ഏറ്റവും നല്ല വെജിറ്റബിളാണ്. അതിനോടൊപ്പം ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു. ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. കുറച്ച് കായപ്പൊടി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മറിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ കായവും വെളിച്ചെണ്ണയും കൂടെ കഷ്ണത്തിനകത്ത് വന്നിട്ട് ബോയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു 10 മിനിറ്റൊക്കെ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ വെജിറ്റബിളൊക്കെ തലേ ദിവസം നമ്മൾ സാമ്പാറിനെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ മറിനേറ്റ് ചെയ്ത് അടച്ച് റെഡിയാക്കി ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരു കുക്കറിനകത്ത് നിങ്ങൾക്ക് വേവിക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും കുക്ക് ചെയ്യാം. പരിപ്പ് നമുക്കറിയാം, സാമ്പാറിന് പരിപ്പ് വേണം. ഇത് വേവിച്ച പരിപ്പാണ്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് തോരൻ പരിപ്പ് കഴുകി ഇതിനോടൊപ്പം ഇട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആവശ്യമുള്ള പരിപ്പ് കൂടെ ചേർക്കുന്നു. ഈ കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം, പരിപ്പ് ഓൾറെഡി വെന്ത കാരണം 2 വിസിൽ കൊണ്ട് ഈ കഷ്ണങ്ങൾ കറക്റ്റായിട്ട് വേവും. ആ മസാലപ്പൊടി 1 സ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഉള്ളിയും മുളക് കൂടെ വാടിയതിന് ശേഷം ഇതിലേക്ക് ആ മുളക് പൊടി ആ മസാലയിൽ തന്നെ ചെറിയ ചൂടിൽ വഴറ്റിയെടുക്കുകയാണ്. ആവശ്യമുള്ള തക്കാളി, ഈ സമയത്താണ് തക്കാളി ചേർക്കുന്നത്. തക്കാളി ചേർത്ത് തക്കാളിയുടെ ജലാംശമാകുമ്പോൾ ഇതിനകത്ത് ഒട്ടും ഇനി കരിയാണ്ട് വരും. അതിനോടൊപ്പം തന്നെ പുളി ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സാമ്പാറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നിങ്ങളുടെ പുളിയുടെ അളവിനനുസരിച്ചുള്ള പുളി കൂടെ ചേർത്ത് നമ്മൾ ആദ്യം മറിനേറ്റ് ചെയ്തപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള ഉപ്പൂടെ ബാലൻസ് ചെയ്ത അളവിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഇത് നമ്മുടെ ഈ വെന്ത് ഓൾറെഡി പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്ത സാമ്പാറിലേക്ക് ചേർത്തു. നന്നായിട്ട് ഇത് ഇളക്കി ആ മസാലയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ സാമ്പാറിൻ്റെ നിറമൊക്കെ മാറി നല്ല കളർഫുള്ളായിട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച്, അതായത് ചിലർക്ക് നല്ല തിക്ക്
തിക്കായിട്ടുള്ള സാമ്പാർ വേണം, ചിലർക്ക് നല്ല സോസി ആയിട്ട് വേണം. അപ്പോൾ അതനുസരിച്ച് വെള്ളമൊക്കെ ഈ സമയത്ത് ചേർക്കാം, ഉപ്പ് നോക്കാം. പിന്നീട് ഇതിൻ്റെ ബാലൻസ് ചെയ്യാനായിട്ട് പുളിയും എരിവും മധുരവും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് ഒരു തുള്ളി ശർക്കരയോ അല്ലെങ്കിൽ ഒരു തുള്ളി പഞ്ചസാരയോ ചേർത്താൽ ഈ എരിവും പുളിയും കൂടെയുള്ള രണ്ടിൻ്റെയും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക്. ഇതില്ലാതെ വേണമെങ്കിൽ ഇപ്പം ചിലർക്ക് ഇതൊന്നും എൻ്റെ ആവശ്യമില്ല, ഈ ഒരു സാമ്പാർ തന്നെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ സാമ്പാർ വേഗത്തിൽ ചെയ്ത് കഴിഞ്ഞു. അവസാനം നമുക്ക് കുറച്ച് മല്ലിയില ഇഷ്ടമുള്ളവർ ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ മേലെ ഏറ്റവും അവസാനം ഇടുക. ഇതാണ് ആ സാമ്പാർ, മുള്ളങ്കി ചെറിയുള്ളി സാമ്പാർ. അപ്പം വളരെ എളുപ്പത്തിൽ ഒരു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.